പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ഹോർമോണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അബ്സിസിക് ആസിഡ്. അപ്പൊ നമ്മൾ ഓൾറെഡി 4 പ്ലാന്റ് ഹോർമോണുകൾ പഠിച്ചു കഴിഞ്ഞു. ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈൻസ് ആൻഡ് എത്തിലീൻ. അപ്പൊ നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്ലാന്റ് ഹോർമോൺ ആണെന്ന് പറയുന്നത് അബ്സിസിക് ആസിഡ്. അപ്പൊ അബ്സിസിക് ആസിഡ് ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന 5 പ്ലാന്റ് ഹോർമോണുകളില് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ ഇവരെ മൂന്നുപേരും നമ്മൾ എന്താ പറയുന്നത്, പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്നാണ്. ഇവർ മൂന്നുപേരും അറിയപ്പെടുന്നത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്നും. എത്തിലീൻ, അബ്സിസിക് ആസിഡ് അവസാനത്തെ 2 പ്ലാന്റ് ഹോർമോണുകൾ അറിയപ്പെടുന്നത് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ എന്ന്. അപ്പൊ ആദ്യത്തെ 3 പേരെ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്നും അവസാനത്തെ 2 പേരെ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്നും വിളിക്കും. അതിൽ ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? എത്തിലീൻ. അപ്പൊ നമ്മൾ ഏറ്റവും അവസാനത്തെ ഹോർമോൺ, അതായത് ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ആരെ പഠിക്കുകയാണ്? അബ്സിസിക് ആസിഡ്. അപ്പൊ എന്താണ് അബ്സിസിക് ആസിഡ് എന്ന്? അതിന്റെ ആ വേർഡിൽ തന്നെയുണ്ട് മീനിങ്. ആ വേർഡ് അബ്സിസിക് അല്ലെങ്കിൽ അബ്സിഷൻ എന്ന വേർഡിന്റെ മീനിങ് എന്താ? ഫോൾ ഡൗൺ ചെയ്യുക എന്നതാണ്. ഫോൾ ഡൗൺ മീൻസ് കൊഴിഞ്ഞു വീഴുക. നമുക്കറിയാം, പഴുത്ത് പാകമായ ഇലകളും ഫലങ്ങളും, അതായത് ഫ്രൂട്ട്സും എന്ത് ചെയ്യും? ഫോൾ ഡൗൺ ചെയ്യും. മെച്ചൂർ ആയിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ലീവ്സ് എന്ത് ചെയ്യും? ഫോൾ ഡൗൺ ചെയ്യും. ലീഫൊക്കെ അറിയാം, ആദ്യമൊക്കെ ലീഫിന് ഗ്രീൻ കളറാണ് അല്ലേ? കുറച്ചു നാൾ കഴിയുമ്പോ ആ ലീഫ് മെച്ചൂറായി വരുമ്പോ എന്ത് ചെയ്യും? അതിനൊരു യെല്ലോ കളർ കിട്ടും. ക്ലോറോഫിൽ ഒക്കെ ലോസ് ആയി യെല്ലോ കളറായി ലീഫ് എന്ത് ചെയ്യുന്നു? കൊഴിഞ്ഞു വീഴുന്നു മെച്ചൂറാകുമ്പോ. അങ്ങനെ കൊഴിഞ്ഞു വീഴണമെങ്കിൽ, കൊഴിച്ച് താഴെ ഇടണമെങ്കിൽ ആര് വിചാരിക്കണം? അബ്സിസിക് ആസിഡ് വിചാരിക്കണം. കാരണം എന്താ? ഇപ്പൊ ഫ്രൂട്ട്സ്, ലീവ്സ് മാത്രമല്ല ഫ്രൂട്ട്സ് ആയാലും തന്നെ പഴുത്ത് ഒരു ഫ്രൂട്ട്, ഒരു മാമ്പഴം, ഒരു മാംഗോ ട്രീ ഇങ്ങനെ പഴുത്ത് പാകമായി നിൽക്കുകയാണ്. ആ പഴുത്ത് പാകമായി നിൽക്കുന്ന മാമ്പഴത്തെ ഫോൾ ഡൗൺ ചെയ്യിപ്പിക്കണമെങ്കിൽ, അബ്സിഷൻ നടത്തണമെങ്കിൽ ആര് വേണം? അബ്സിസിക് ആസിഡ് വേണം. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പൊ മെച്ചൂർ ആയി നിൽക്കുന്ന ഒരു ലീഫ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരു പ്ലാന്റ്, ഈ പ്ലാന്റിലെ ഒരു ലീഫ് ഇങ്ങനെ മെച്ചൂർ ലീഫായി നിൽക്കുകയാണ്. മെച്ചൂറായി നിൽക്കുന്ന ഒരു ലീഫ്. ഇപ്പൊ ഒരു പ്ലാന്റിലെ മെച്ചൂർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൊഴിഞ്ഞു വീഴാറായ ഒരു ലീഫ്. ഇനി കൊഴിഞ്ഞു വീഴണമെങ്കിൽ ആര് വിചാരിക്കണം? അബ്സിസിക് ആസിഡ് വിചാരിക്കണം. അതായത് ഈ ലീഫും സ്റ്റെമ്മുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ത് ചെയ്യണം? ഇല്ലാതാകണം അല്ലെ? ഇപ്പൊ സ്റ്റെമ്മിൽ ലീഫ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആ അറ്റാച്ച്മെന്റ് ഇല്ലാതായാൽ മാത്രമേ ആര് ഫോൾ ഡൗൺ ചെയ്യുള്ളൂ? ലീഫ് ആയാലും ഫ്രൂട്ട്സ് ആയാലും. ഞാൻ ലീഫ് വെച്ച് എക്സാമ്പിൾ പറയുന്നുവെങ്കിലും ഇത് ആർക്കും ബാധകമാണ്, മെച്ചൂർ ആയിട്ടുള്ള ഫ്രൂട്ട്സിനും ബാധകമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ലീഫ് പ്ലാന്റിൽ ഇങ്ങനെ, അല്ലെങ്കിൽ എന്റെ സ്റ്റെമ്മിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മെച്ചൂർ ലീഫായി ഈ ലീഫിന് എന്ത് ചെയ്യണം? കൊഴിഞ്ഞ് താഴേക്ക് വീഴണം. അപ്പൊ ഈ ലീഫിന് കൊഴിഞ്ഞ് താഴെ വീഴേണ്ട ലീഫാണ് മെച്ചൂർ ആയ ലീഫാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അബ്സിസിക് ആസിഡ് വന്നിട്ട് ഈ ലീഫിനും സ്റ്റെമ്മിനും ഇടയ്ക്ക് ഒരു അബ്സിഷൻ ലെയർ, അതായത് ഈ ലീഫിന്റെ പീറ്റിയോൾ ഉണ്ടല്ലോ, ഈ സ്റ്റോക്ക്, ലീഫിന്റെ ഈ സ്റ്റോക്കിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പീറ്റിയോൾ എന്ന് വിളിക്കും. ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയറിന്റെ പേരാണ് അബ്സിഷൻ ലെയർ എന്ന് വിളിക്കും. അബ്സിഷൻ ലെയർ. അപ്പൊ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാനത് പറഞ്ഞു തരുന്നതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ലെയർ, ആ ലീഫിനും സ്റ്റെമ്മിനും ഇടയ്ക്ക്, അതായത് ലീഫ് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റെമ്മിനും ഇടയ്ക്ക് ഒരു അബ്സിഷൻ ലെയർ ഫോം ചെയ്യും. അബ്സിഷൻ ലെയർ. അപ്പൊ പിന്നെ ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, സ്റ്റെമ്മും ലീഫുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ലീഫ് നേരെ എവിടെ ഫോൾ ഡൗൺ ചെയ്യും? താഴേക്ക്. അപ്പം ഇവിടെ ഈ അബ്സിഷൻ ലെയർ ഫോം ചെയ്യിപ്പിച്ചത് ആരാണ്? അബ്സിസിക് ആസിഡ്. ഇതുപോലെ തന്നെയാണ് മെച്ചൂർ ആയിട്ടുള്ള ഫ്രൂട്ട്സ്. അപ്പൊ ഒരു ഫ്രൂട്ട് മെച്ചൂറായി കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിനെ കൊഴിച്ച് താഴെ ഇടുക ആരുടെ ജോലി? അബ്സിസിക് ആസിഡ്. ലീഫ് മാത്രമല്ല, ഫ്രൂട്ട്സ് ആയാലും അബ്സിസിക് ആസിഡ്. ഇതുപോലെ ഫ്രൂട്ടിൽ എന്ത് ഫോം ചെയ്യും? ഒരു അബ്സിഷൻ ലെയർ ഫോം ചെയ്യും, നേരെ ഫ്രൂട്ട് താഴേക്ക് വീഴും. അപ്പൊ അബ്സിഷൻ ലെയർ ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം, പിന്നെ സ്റ്റെമ്മും ഫ്രൂട്ടുമായിട്ടായാലും സ്റ്റെമ്മും ലീഫുമായിട്ടായാലും എന്തില്ല? ഒരു കണക്ഷനും ഇല്ല. അങ്ങനെയാണ് മെച്ചൂർ ആയിട്ടുള്ള ഫ്രൂട്ട്സിനെയും ലീവ്സിനെയും ഒക്കെ നമ്മുടെ അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യുന്നത്? ഫോൾ ഡൗൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇവനൊരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഇവൻ പ്ലാന്റ് ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന ആളാണ്. ഫോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടുകൾ, ലീഫ് ആയാലും ഫ്രൂട്ട് ആയാലും പിന്നെ വളരുമോ? ഫോൾ ഡൗൺ ചെയ്താൽ പിന്നെ വളരില്ലല്ലോ. അതാണ്. അപ്പൊ ഇവൻ എന്താണ്? ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. സസ്യ വളർച്ച തടയുന്നതാണ്. ഇവന്റെ ഒരു മേജർ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ഫംഗ്ഷൻ? എന്താണ്? മെച്ചൂർ ആയിട്ടുള്ള ലീവ്സിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ ഫോൾ ഡൗൺ ചെയ്യിപ്പിക്കുക. പഴുത്ത് പാകമായി നിൽക്കുന്ന ഇലകളെയും ഫലങ്ങളെയൊക്കെ കൊഴിച്ച് താഴെ ഇടുകയാണ് അതിന്റെ ജോലി, അബ്സിസിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അബ്സിസിക് ആസിഡിന്റെ അളവ് കുറച്ച് കൂടിപ്പോയാൽ എന്ത് ചെയ്യും? നോർമലി അബ്സിസിക് ആസിഡിന്റെ ലെവൽ നോർമൽ ആണെങ്കിൽ, ആവശ്യമായ അളവിൽ മാത്രമേ അബ്സിസിക് ആസിഡ് ഉള്ളൂ എങ്കിൽ പഴുത്ത് പാകമായവരെ മാത്രമേ കൊഴിച്ച് താഴെ ഇടൂ. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്, നിങ്ങൾ വിചാരിക്കേണ്ടത്, അബ്സിസിക് ആസിഡിന്റെ അളവ് കുറച്ച് കൂടിപ്പോയെന്ന് വിചാരിക്കുക. അബ്സിസിക് ആസിഡ് ആവശ്യത്തിൽ അധികമുണ്ട്, അബ്സിസിക് ആസിഡ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അങ്ങനെ അബ്സിസിക് ആസിഡിന്റെ അളവ് ആവശ്യത്തിൽ അധികമായി പോയാൽ, കുറച്ച് കൂടുതലായി പോയാൽ എന്ത് സംഭവിക്കും? മെച്ചൂർ ആകാത്തവരും ഫോൾ ഡൗൺ ചെയ്യും.
നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് പഴുത്ത പാകമാകാത്ത ഇലകള്. ഈ മാംഗോ ഉണ്ടല്ലോ, നമ്മൾ കണ്ണി മാങ്ങ എന്ന് പറയും, കുഞ്ഞു മാങ്ങയായിരിക്കുമ്പം കൊഴിഞ്ഞ് താഴെ വീഴാറുണ്ട്. മെച്ചുറായിട്ടാണോ വീഴുന്നത്? മെച്ചുറായിട്ടല്ല വീഴുന്നത് അല്ലേ? ചില പ്ലാന്റുകളുടെ ഇലകളുണ്ട്, അത് പഴുത്ത് പാകമാകുന്നതിന് വളരെ യങ് ലീഫ് ആയിരിക്കും. അപ്പൊ ഫ്രൂട്ട്സും ലീഫും ഒക്കെ വളരെ യങ്ങായിരിക്കുമ്പോഴും കൊഴിഞ്ഞു വീഴാം. അത് ആരുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അബ്സിസിക് ആസിഡ്. അപ്പൊ അബ്സിസിക് ആസിഡിന്റെ ഓവറാകാൻ പാടില്ല, കൂടാൻ പാടില്ല. കുറച്ചേ ഉള്ളെങ്കിൽ, ആവശ്യത്തിന് അബ്സിസിക് ആസിഡ് ഉണ്ടെങ്കിൽ പഴുത്ത പാകമായവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൊഴിഞ്ഞു താഴേക്ക് വീഴുള്ളൂ. പക്ഷേ അബ്സിസിക് ആസിഡിന്റെ എമൗണ്ട് കുറച്ച് കൂടിപ്പോയാൽ, അബ്സിസിക് ആസിഡിന്റെ അളവ് കുറെ കൂടുതലായി പോയാൽ പഴുത്ത് പാകമാകാത്തവരും, അതായത് മെച്ചോർ ആകാത്തവരും എന്ത് ചെയ്യും? കൊഴിഞ്ഞ് താഴേക്ക് വീഴും. അപ്പൊ അബ്സിസിക് ആസിഡിന്റെ അളവ് കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫലങ്ങളൊക്കെ മൂപ്പത്ത് മുമ്പേ കൊഴിഞ്ഞു വീഴുക നമ്മൾ പറയും. പഴുത്ത് പാകമാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? കൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. എന്നാല് ഈ അബ്സിസിക് ആസിഡിനെ കൊണ്ട് പ്ലാന്റിന് കുറെ ബെനിഫിറ്റുകളുണ്ട്. അതെന്താണ്? ആ ബെനിഫിറ്റുകളിലേക്ക് വരാം. ഈ അബ്സിസിക് ആസിഡ് അറിയപ്പെടുന്നത് സ്ട്രെസ് ഹോർമോൺ എന്നാണ് കേട്ടോ. എന്താണ് ഈ സ്ട്രെസ്? അബ്സിസിക് ആസിഡ് അറിയപ്പെടുന്നത് എന്താണ്? സ്ട്രെസ് ഹോർമോൺ. ഈ സ്ട്രെസ് ഹോർമോൺ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഹോർമോൺ പ്ലാന്റിന് സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നല്ല അതിന്റെ മീനിങ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഓവർ ആയിട്ടുള്ള ചൂട്, ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ഒരു സ്ട്രെസ് ആണ്. പ്ലാന്റ്സിനെ സംബന്ധിച്ചുള്ള സ്ട്രെസ്സുകളാണ് പറയുന്നത്. പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു സ്ട്രെസ് ആണ്. ഡ്രോട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ആണ്. എന്താ ഡ്രോട്ട്? വരൾച്ച, വെള്ളമില്ലാത്ത അവസ്ഥ, അതും എന്താണ്? ഒരു സ്ട്രെസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനുകളെ ഓവർകം ചെയ്യാൻ പ്ലാന്റിനെ സഹായിക്കുന്നവരാണ് എന്താണ്? അബ്സിസിക് ആസിഡ്. അപ്പം അബ്സിസിക് ആസിഡിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാൻ കാരണം, അബ്സിസിക് ആസിഡിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാൻ കാരണം ഇവൻ പ്ലാന്റിന് സ്ട്രെസ് ഉണ്ടാക്കും എന്നാരും വിചാരിക്കരുത്. ഇവൻ സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ, വെള്ളമില്ലാത്ത അവസ്ഥയെ അതിജീവിക്കാൻ, ഭയങ്കരമായ ചൂടെന്ന് പറയുന്ന അവസ്ഥയെ അതിജീവിക്കാൻ, ഇങ്ങനെയുള്ള സ്ട്രെസ്ഫുൾ കണ്ടീഷനുകളെ ഓവർകം ചെയ്യാൻ ആരെ സഹായിക്കും? പ്ലാന്റുകളെ സഹായിക്കും. നോർമൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഭയങ്കരമായി ചൂട് കൂടുന്ന അവസ്ഥ പ്ലാന്റ്സിനെ സംബന്ധിച്ച് നല്ല കണ്ടീഷൻ ആണോ? അല്ല. പ്ലാന്റ് ഉണങ്ങി കരിഞ്ഞ സാധ്യത. അതിൽ നിന്നും പ്ലാന്റ്സിനെ രക്ഷിക്കാൻ ആർക്ക് പറ്റും? അബ്സിസിക് ആസിഡിന് പറ്റും. വെള്ളമില്ലാത്ത അവസ്ഥ, ഒട്ടും തന്നെ വെള്ളം കിട്ടുന്നില്ല. അപ്പൊ അത് എന്താണ്? ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആണ്. അവിടെയും പ്ലാന്റ് നശിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ കണ്ടീഷനിലും പ്ലാന്റിനെ രക്ഷിക്കാൻ ആരുണ്ട്? അബ്സിസിക് ആസിഡ്. അങ്ങനെ സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ പ്ലാന്റുകളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവർ എന്ത് വിളിക്കുന്നത്? സ്ട്രെസ് ഹോർമോൺ. അപ്പൊ ഒന്ന് രണ്ട് സ്ട്രെസ്സുകൾ, പ്ലാന്റിനെ ഏൽക്കാവുന്ന ചില സ്ട്രെസ്സുകൾ ഞാൻ പറഞ്ഞു തന്നു. ഡ്രോട്ട് ഒരു സ്ട്രെസ് ആണ്, ഓവർ ടെമ്പറേച്ചർ ഒരു സ്ട്രെസ് ആണ്. ഇതെല്ലാം സ്ട്രെസ്സുകളാണ്. അപ്പൊ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ അബ്സിസിക് ആസിഡ് പ്ലാന്റുകളെ എങ്ങനെ സഹായിക്കുന്നു? ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഭയങ്കരമായ ചൂടുള്ള ഒരവസ്ഥ, ഭയങ്കര ചൂടാണ്, ഓവർ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഈ ഓവർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പ്ലാന്റ്സിലുള്ള വാട്ടറൊക്കെ സ്റ്റൊമാറ്റയിലൂടെ വേപ്പറായിട്ട് പോയിട്ട് ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞ സാധ്യതയുണ്ട്. അപ്പൊ ഈ അബ്സിസിക് ആസിഡ് എന്ന് പറയാമോ, ഓവർ ആയിട്ടുള്ള ഡ്രോട്ട്ഫുൾ കണ്ടീഷനിൽ ഈ പകൽ സമയത്തൊക്കെ സ്റ്റൊമാറ്റയെ ക്ലോസ് ചെയ്യിപ്പിക്കും, സ്റ്റൊമാറ്റയെ ക്ലോസ് ആക്കും. അപ്പൊ ലീഫിന്റെ സർഫസിൽ കാണപ്പെടുന്ന സ്മോൾ ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. അപ്പൊ അബ്സിസിക് ആസിഡ് എന്താ ചെയ്യുന്നത്? ഭയങ്കരമായുള്ള ചൂടുള്ള കണ്ടീഷനുകൾ, പ്രത്യേകിച്ച് പകൽ സമയത്തൊക്കെ, ചൂടുള്ള സമയത്ത് പകൽ സമയം ഈ സ്റ്റൊമാറ്റയെ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കും. അപ്പൊ സ്റ്റൊമാറ്റയിലൂടെ ഓവറായിട്ട് എന്ത് ചെയ്യില്ല? വാട്ടർ ലോസ് ആവില്ല. രാത്രി സമയങ്ങളിൽ സ്റ്റൊമാറ്റോ തുറന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാമല്ലോ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട്. പകൽ സമയത്ത് ഫോട്ടോസിന്തസിന്റെ ഒന്നാമത്തെ റിയാക്ഷൻ ആയ ലൈറ്റ് റിയാക്ഷൻ മാത്രമാണ് നടത്തുക. രാത്രി കാലങ്ങളിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും കുഴപ്പമില്ല, അധികം വാട്ടർ ലോസ് ആവില്ല. അപ്പൊ നിങ്ങൾ അത്രയൊന്നും ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട. ഇവരെന്ത് ചെയ്യും? ഭയങ്കരമായ ചൂടുള്ള സമയങ്ങളിൽ, ഭയങ്കരമായിട്ടുള്ള വെയിലുള്ള സമയങ്ങളിൽ സ്റ്റൊമാറ്റയെ അങ്ങ് ക്ലോസ് ചെയ്യും. ഇത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ സ്റ്റൊമാറ്റയെ ക്ലോസ് ചെയ്ത് വെപ്പിച്ചാൽ എന്താണ് ഗുണം? സ്റ്റൊമാറ്റകളൊക്കെ ക്ലോസ് ആയിട്ടിരുന്നാൽ ഒരുപാട് വാട്ടർ ലോസ് ആവില്ല. അപ്പൊ ചിലർ ചോദിക്കും അപ്പോഴെങ്ങനെ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടത്തുന്നു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നുകിൽ പ്ലാന്റ് ഓൾറെഡി ഫോട്ടോസിന്തസിലൂടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, അധികം ടെമ്പറേച്ചർ ഇല്ലാത്ത സമയത്ത് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുക. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കേണ്ട ഒരു റീസൺ ഞാൻ പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട റീസൺ, സ്റ്റൊമാറ്റയെ ഇവര് പകൽ സമയത്ത്, അതായത് ഭയങ്കരമായ ചൂടുള്ള സമയങ്ങളിൽ സ്റ്റൊമാറ്റയെ ഇവര് ക്ലോസ് ആക്കും. ആര്? അബ്സിസിക് ആസിഡ് ക്ലോസ് ആക്കും. അപ്പം സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ ട്രാൻസ്പിറേഷനിലൂടെ ലോസ് ആക്കും. നമുക്കറിയാം സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ വേപ്പർ ആയിട്ടാണ് ലോസ് ആവുന്നത്. ആ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. അപ്പൊ സ്റ്റൊമാറ്റയൊക്കെ ക്ലോസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്റ്റൊമാറ്റകളെയും അടച്ചു വെച്ച് കഴിഞ്ഞാൽ
പിന്നെ സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ വേപ്പറായിട്ട് പോകുമോ? അവിടെ ട്രാൻസ്പിറേഷൻ നടക്കുമോ? ഇല്ല. അപ്പൊ ട്രാൻസ്പിറേഷനിലൂടെ എന്ത് കുറയ്ക്കാൻ പറ്റി? വാട്ടർ ലോസ് കുറയ്ക്കാൻ പറ്റി. അതൊരു കാര്യം, സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാം. മറ്റൊരു കാര്യമുണ്ട്, സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കേണ്ട രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവൻ ഡോർമൻസി ഉണ്ടാക്കും. നമ്മൾ ഈ ഡോർമൻസി ഒരിക്കൽ പരിചയപ്പെട്ടതാണ് എത്തിലീൻ പഠിച്ചപ്പോ. എത്തിലീനെ ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുമെന്നാ പഠിച്ചത്. ഇവൻ ഡോർമൻസിക്ക് കാരണമാകുമെന്നാ പഠിക്കുന്നത്. എത്തിലീൻ ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യും, പക്ഷെ അബ്സിസിക് ആസിഡ് ആണ് ഡോർമൻസിയെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡോർമൻസിക്ക് കാരണക്കാരൻ അബ്സിസിക് ആസിഡ് ആണ്. ഡോർമൻസിക്ക് കാരണക്കാരൻ അബ്സിസിക് ആസിഡ്. ഡോർമൻസിയെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എത്തിലീൻ. അപ്പൊ ഇവിടെ നോക്കി, എന്താണ് ഡോർമൻസി എന്ന് അറിയാമല്ലോ? ഡിലേ ഇൻ ദി ജെർമിനേഷൻ ഓഫ് എ സീഡ്. ഒരു സീഡ് മണ്ണിൽ കൊണ്ടിട്ടാൽ അത് മുളയ്ക്കാൻ, വിത്ത് മുളയ്ക്കാൻ എടുക്കുന്ന കാലതാമസം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോർമൻസി. ആ കാലതാമസത്തിന്റെ യഥാർത്ഥ കാരണം നമുക്കറിയാം. ഒരു വിത്ത് കൊണ്ട് മണ്ണിലിട്ടാൽ ചിലപ്പം അവിടെ അൺഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കും, വെള്ളമില്ലാത്ത അവസ്ഥ, ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ, അങ്ങനെയുള്ള അൺഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? വിത്ത് മുളയ്ക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഒരു വിത്ത് മണ്ണിൽ കൊണ്ടിട്ടാൽ സമയത്തിന് മുളയ്ക്കണം, അല്ലെങ്കിൽ ആ വിത്ത് നശിച്ചു പോയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ വിത്ത് മണ്ണിൽ എന്ത് ചെയ്യും? അതിനകത്തിരിക്കുന്ന എംബ്രിയോ, ഒരു സീഡ് ആയാൽ അതിനകത്തൊരു എംബ്രിയോ കാണും. എംബ്രിയോയുടെ റാഡിക്കൽ ഡെവലപ്പ് ചെയ്ത റൂട്ടും പ്ലിമ്യൂൾ ഡെവലപ്പ് ചെയ്ത് ഷൂട്ടും ആകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഒന്നുകൂടി, ഒരു സീഡ് നമ്മൾ മണ്ണിൽ കൊണ്ടിട്ടാൽ ആ സീഡിനുള്ളിലിരിക്കുന്ന എംബ്രിയോയുടെ റാഡിക്കൽ ഡെവലപ്പ് ചെയ്ത് റൂട്ടാകാനും പ്ലിമ്യൂൾ ഡെവലപ്പ് ചെയ്ത് ഷൂട്ടാകാനും തുടങ്ങുമ്പോഴാണ് നമ്മൾ സീഡ് ജെർമിനേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ, ഭയങ്കര വെയിലാണെങ്കിൽ, വെള്ളമില്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യാതെ അങ്ങനെ നടക്കും. എന്നാൽ നശിക്കുകയില്ല, നശിച്ചു പോയിട്ടില്ല. അതിനകത്തിരിക്കുന്ന എംബ്രിയോ ഇനാക്റ്റീവ് സ്റ്റേജിലോട്ട് പോയതാണ്. അതിനുള്ളിലിരിക്കുന്ന എംബ്രിയോ ഏത് സ്റ്റേജിലോട്ട് പോയതാ? ഇനാക്റ്റീവ്. എന്തിനാ എംബ്രിയോ അങ്ങനെ പോയേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യഥാർത്ഥം പറഞ്ഞാല് അബ്സിസിക് ആസിഡ് ഇല്ലായിരുന്നെങ്കിൽ ആ സീഡ് അങ്ങ് മുളച്ചെന്ന് വിചാരിച്ചോ. അബ്സിസിക് ആസിഡ് അവിടെ എന്ത് ചെയ്യുന്ന? സീഡ് മുളയ്ക്കുന്നതിനെ തടയുന്നില്ല, ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്യുന്നില്ല, ഡോർമൻസിക്ക് കാരണമാകുന്നില്ല. എങ്കിൽ ആ സീഡ് അപ്പോഴും മുളയ്ക്കും. പക്ഷെ അപ്പോഴും മുളച്ച് പുറത്തു വന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളമില്ല, ഭയങ്കരമായ ടെമ്പറേച്ചർ. അപ്പൊ മുളച്ച് വന്ന ആ വിത്ത് എന്ത് ചെയ്യും? അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ ആ ചെടി എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് ഉണങ്ങി കരിഞ്ഞങ്ങ് പോകും. അതിനേക്കാൾ നല്ലത്, ഒന്ന് ചിന്തിച്ചു നോക്കി, അത് മുളച്ച് വന്നിട്ട് ഉണങ്ങി കരിഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത്, അതായത് അൺഫേവറബിൾ കണ്ടീഷനിൽ സീഡ് മുളച്ചിട്ട്, സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ സീഡ് മുളച്ചിട്ട് ഉണങ്ങി കരിഞ്ഞു പോകുന്നതിനേക്കാൾ ബെസ്റ്റ് ഏതാണ്? അത് മുളയ്ക്കാതെ കിടന്നിട്ട് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ എന്ത് കിട്ടും? മഴയോ വെള്ളമോ ഒക്കെ കിട്ടുമല്ലോ, അതായത് ഫേവറബിൾ കണ്ടീഷൻ വരുമല്ലോ, ഫേവറബിൾ കണ്ടീഷൻ. ആ സമയത്ത് മുളച്ച് വളരുന്നതല്ലേ നല്ലത്? അപ്പൊ ഇനി പറഞ്ഞേ, അബ്സിസിക് ആസിഡ് ഡോർമൻസി ഉണ്ടാക്കുന്നത് നല്ലതാണോ? അത് നമുക്ക് എന്താണ്, പ്ലാന്റുകൾക്ക് ഹാർംഫുൾ ഇഫക്റ്റ് ആണോ ഉണ്ടാക്കുന്നത്? അല്ല, ബെനിഫിറ്റ് ആണ്. എന്തുകൊണ്ടാണ് പ്ലാന്റിന് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചേ, അൺഫേവറബിൾ കണ്ടീഷനില് മുളച്ച് വന്നിട്ട് അത് ഉണങ്ങിക്കരിഞ്ഞ് ഇല്ലാതെയായി പോണതിനേക്കാൾ, നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അത് മുളയ്ക്കാതെ കിടക്കുക, മണ്ണിൽ എന്ത് ചെയ്യുക? ഡോർമൻസി പീരീഡിൽ ഇരിക്കുക. ഡോർമൻസി എന്ന് പറഞ്ഞാൽ അറിയാലോ, സീഡിനുള്ളിൽ ഇരിക്കുന്ന എംബ്രിയോ ഇനാക്റ്റീവ് സ്റ്റേജിൽ ഇരിക്കുക. അപ്പൊ സീഡ് ജെർമിനേറ്റ് ചെയ്യുകയില്ല. അതിന് കാരണക്കാരൻ അബ്സിസിക് ആസിഡ് ആണ്. ഈ കണ്ടീഷനെയാണ് നമ്മൾ ഡോർമൻസി എന്ന് വിളിക്കുന്നത്. അപ്പൊ അൺഫേവറബിൾ കണ്ടീഷൻ നല്ലത് ഡോർമൻസി തന്നെ. എന്ത് ചെയ്യണം? ഈ വിത്ത് ഡോർമൻസി പീരീഡിൽ ഇരിക്കണം, മുളയ്ക്കാതിരിക്കണം. അൺഫേവറബിൾ കണ്ടീഷനാ, മുളയ്ക്കാതിരിക്കുക. എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത്, അതായത് ടെമ്പറേച്ചർ ഒക്കെ കുറഞ്ഞ ആവശ്യത്തിന് വാട്ടർ ഒക്കെ കിട്ടുന്ന ഒരു കണ്ടീഷൻ വരുമല്ലോ, അപ്പൊ എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് ആ സമയത്ത് ജെർമിനേറ്റ് ചെയ്യുക. അപ്പം ഏറ്റവും നമ്മൾ ചിന്തിച്ചാൽ കറക്റ്റ് അത് മനസ്സിലാവും. അൺഫേവറബിൾ കണ്ടീഷനിൽ മുളച്ച് വന്നിട്ട് അത് കരിഞ്ഞുണങ്ങി നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അത് മുളയ്ക്കാതെ ഡോർമൻസി പീരീഡിൽ ഇരിക്കുക. മണ്ണില് സീഡ് ഏത് പീരീഡിൽ ഇരിക്കണം? ഡോർമൻസി പീരീഡിൽ ഇരുന്നിട്ട് പിന്നീട് എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് അപ്പോൾ മുളയ്ക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഈ സീഡിനെ ആ ഡോർമൻസി പീരീഡിൽ വെച്ചിരുന്നത് ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്. യഥാർത്ഥത്തിൽ നല്ലതല്ലേ? ആ സീഡിനെ അബ്സിസിക് ആസിഡ് ഡോർമൻസി പീരീഡിൽ വെച്ചിരുന്നത് കൊണ്ടാണ് അൺഫേവറബിൾ കണ്ടീഷനിൽ സീഡ് മുളയ്ക്കാത്തത്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അബ്സിസിക് ആസിഡ് ഇല്ലായിരുന്നെങ്കിൽ അൺഫേവറബിൾ കണ്ടീഷനിൽ സീഡ് മുളച്ച് പുറത്തു വരുമ്പോൾ വെള്ളവും ഇല്ല, ഭയങ്കര ചൂടും, അവിടെ നിന്ന് ഉണങ്ങി കരിഞ്ഞങ്ങ് പോയേനെ. അബ്സിസിക് ആസിഡ് ഉള്ളത് കൊണ്ട് സീഡിനെ ഏത് പീരീഡിലാക്കി? ഡോർമൻസി പീരീഡിൽ വെച്ചിരുന്നു. അപ്പൊ സീഡ് അപ്പോഴും മുളച്ചോ? മുളച്ചില്ല. അടുത്ത ഫേവറബിൾ കണ്ടീഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? മുളച്ചു. അപ്പൊ യഥാർത്ഥം പറഞ്ഞാല് അതാണ്, അബ്സിസിക് ആസിഡ് സീഡുകൾക്ക് ഡോർമൻസി കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതാണ്, ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള സമയങ്ങൾ, ഓവർ ടെമ്പറേച്ചർ ആയിട്ടുള്ള സമയങ്ങളിൽ, ഹൈ ടെമ്പറേച്ചർ ഉള്ള സമയങ്ങളിൽ സ്റ്റൊമാറ്റയെ ക്ലോസ് ചെയ്യിപ്പിക്കും. അപ്പൊ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതും ഒരു ബെനിഫിറ്റ് ആണ്. ആരെ കൊണ്ടുള്ള ബെനിഫിറ്റ്? അബ്സിസിക് ആസിഡിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പം ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഓവർകം ചെയ്യാൻ പ്ലാന്റിനെ സഹായിച്ചു. അതുപോലെ അൺഫേവറബിൾ കണ്ടീഷനിൽ സീഡിന് ഏത് പീരീഡിൽ വയ്ക്കും? ഡോർമൻസി പീരീഡ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെസ് ഹോർമോൺ എന്ന് ആരെ വിളിക്കാം? അബ്സിസിക് ആസിഡിനെ വിളിക്കാം. അപ്പം സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ, സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന, സ്ട്രെസ്ഫുൾ കണ്ടീഷനെ
ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഏത്? അബ്സിസിക് ആസിഡ്. അപ്പൊ പ്രത്യേകം ഓർക്കുക, ഇവനൊരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ് അല്ലേ? റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെയും മെച്ചുർ ആയിട്ടുള്ള ലീവ്സിനെയും ഒക്കെ ഫോൾ ഡൗൺ ചെയ്യിപ്പിക്കുന്നത്, കൊഴിഞ്ഞ് താഴെ വീഴാൻ സഹായിക്കുന്നത് ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഇവൻ ഡോർമൻസി ഉണ്ടാക്കുന്നത്. അവസാനം ഇവനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവൻ അറിയപ്പെടുന്നത് അന്റഗോണിസ്റ്റിക് ടു ഗിബർലിൻ എന്നാണ്. എന്താണ് അന്റഗോണിസ്റ്റിക്? അന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളെന്നാണ്. നമുക്കെതിരായിട്ട് ഒരാൾ പ്രവർത്തിച്ചാൽ നമ്മുടെ അന്റഗോണിസ്റ്റിക് ആണ് അയാൾ എന്ന് പറഞ്ഞാൽ, ഇവനെ അറിയപ്പെടുന്നത്, അബ്സിസിക് ആസിഡ് അറിയപ്പെടുന്നത് അന്റഗോണിസ്റ്റിക് ടു ഗിബർലിൻസ് എന്നാണ്. ഗിബർലിനുകൾക്ക് അന്റഗോണിസ്റ്റിക് ആണ് അബ്സിസിക് ആസിഡ്. എന്താ കാരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗിബർലിൻ ഡിലേ സെനസൻസ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. സെനസൻസിനെ ഡിലേ ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്ലാന്റ് പാർട്ടുകൾക്ക് ഏജിങ് ഉണ്ടാകുന്നതിനെ തടയും. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവൻ പെട്ടെന്ന് കൊഴിച്ച് താഴെ ഇടണമല്ലോ. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? പ്ലാന്റ് പാർട്ടുകൾക്ക് ഏജിങ് വരുത്തും അല്ലേ? പ്ലാന്റ് പാർട്ടുകൾക്ക് ഏജിങ് ഉണ്ടാക്കുന്ന ആളാണ് അബ്സിസിക് ആസിഡ്. അപ്പം ഗിബർലിൻസ് പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അതായത് ഏജിങ്ങിനെ തടഞ്ഞുകൊണ്ട് പ്ലാന്റ് പാർട്ടുകൾ കൂടുതൽ വളരാൻ സഹായിക്കുമ്പോൾ, ഇവൻ എന്ത് ചെയ്യുന്നു? പ്ലാന്റ് പാർട്ടുകളുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് അവർക്ക് ഏജിങ് വരുത്തുന്നു. പ്ലാന്റ് പാർട്ടുകളുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഇവൻ ഗിബർലിന് എതിരായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവൻ എന്തെന്ന് അറിയപ്പെടും? അന്റഗോണിസ്റ്റിക് ടു ഗിബർലിൻ. അപ്പം അബ്സിസിക് ആസിഡ് ഈസ് നോൺ ആസ് അന്റഗോണിസ്റ്റിക് ടു ഗിബർലിൻ. എന്താ കാരണം? ഗിബർലിൻ ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്, ഇവനൊരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. മാത്രമല്ല ഗിബർലിൻ പ്ലാന്റിന്റെ ഏജിങ്ങിനെ തടയുമ്പോൾ, പ്ലാന്റ് പാർട്ടുകളുടെ ഏജിങ്ങിനെ തടയുമ്പോൾ ഇവൻ ഏജിങ് വരുത്തും, കൂടുതൽ ഏജിങ് വരുത്തും. പെട്ടെന്ന് എന്ത് ചെയ്യാനാ? കൊഴിച്ച് താഴെ ഇടാൻ, ഫോൾ ഡൗൺ ചെയ്യിപ്പിക്കാൻ. അതുകൊണ്ട് ഇവൻ എന്തെന്നറിയപ്പെടുന്നു? അന്റഗോണിസ്റ്റിക് ടു ഗിബർലിൻസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുള്ള? അബ്സിസിക് ആസിഡിനെ കുറിച്ച് പഠിക്കണം. മറന്നുപോലെ ഇവൻ സ്ട്രെസ് ഹോർമോൺ ആണ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നല്ല, സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ പ്ലാന്റിനെ സഹായിക്കുന്നു. മാത്രമല്ല ഇവൻ അന്റഗോണിസ്റ്റിക് ടു ഗിബർലിൻ ആണ്, ഗിബർലിനെതിരായി പ്രവർത്തിക്കുന്ന ആളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഒരേ ഒരു ടോപ്പിക് കൂടെ പഠിക്കാനുള്ളൂ, വളരെ ചെറിയൊരു ടോപ്പിക്, ഫോട്ടോ പീരിയോഡിസം. അപ്പൊ എന്താണ് ഈ ഫോട്ടോ പീരിയോഡിസം? നേരത്തെ ഒന്നും കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു വേർഡാണ് അത്, ഫോട്ടോ പീരിയോഡിസം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഫോട്ടോ പീരിയോഡിസം. ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് മലയാളത്തിൽ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ചില പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് നടക്കണമെങ്കിൽ അവർക്ക് ലൈറ്റ് പീരിയഡ് കുറച്ച് കൂടുതലും ഡാർക്ക് പീരിയഡ് കുറച്ച് മതി. എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലൈറ്റിന്റെ ഡ്യൂറേഷൻ, ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും ലൈറ്റിന്റെ ഡ്യൂറേഷൻ ഒന്നല്ല. ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും ലൈറ്റിന്റെ ഡ്യൂറേഷൻ ഒന്നാണോ? ഒന്നല്ല. ഒരു പ്ലാന്റിലേക്ക് ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഇന്റൻസിറ്റി ലൈറ്റ് കിട്ടണം, ഭയങ്കര തീവ്രമായ പ്രകാശം കിട്ടണം 4-5 മണിക്കൂർ. എന്നാൽ മറ്റൊരു പ്ലാന്റിലേക്ക് ഒരു 10-12 മണിക്കൂറോളം ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ്, എന്നാലും ഒരു ചെറിയ ലൈറ്റ്, അതൊരു 10-12 മണിക്കൂർ കണ്ടിന്യൂ കിട്ടുകയാണ്. ഇതിൽ ആരിലാണ് ഫ്ലവറിംഗ് നടക്കാൻ സാധ്യത? കണ്ടിന്യൂസ് ആയിട്ട് 10. അപ്പൊ ഡ്യൂറേഷൻ ആണ് അവിടെ പ്രധാനം. 10-12 മണിക്കൂർ കിട്ടുന്നത്. അപ്പൊ 5-4 മണിക്കൂർ അല്ലെങ്കിൽ 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഇന്റൻസ് ലൈറ്റ് കിട്ടുന്നതിൽ കാര്യമില്ല. അപ്പൊ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ല പ്രധാനം, ലൈറ്റിന്റെ ഡ്യൂറേഷൻ ആണ് പ്രധാനം. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സമയത്തേക്ക് കിട്ടുന്നു. ഒരു പ്ലാന്റിൽ 5 മണിക്കൂറേ കിട്ടുന്നുണ്ടോ, ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് കിട്ടുന്നു. ഒരു പ്ലാന്റിൽ 10 മണിക്കൂർ കിട്ടുന്നുണ്ട്, പക്ഷെ അത്ര ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് അല്ല. ആ രണ്ടാമത് പറഞ്ഞതാണ് നല്ലത്. ഇന്റൻസിറ്റിയിൽ കാര്യമില്ല, ഡ്യൂറേഷനിലാണ് കാര്യം. എത്ര സമയത്തേക്ക് ഇങ്ങനെ ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് മറ്റേ പ്ലാന്റിൽ 5 മണിക്കൂറേ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ, ഇതിലോട്ട് 10 മണിക്കൂറോ 11 മണിക്കൂറോ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതല്ലേ നല്ലത്? അതാണ്. അപ്പൊ ചില പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് നടക്കാൻ ലൈറ്റ് പീരിയഡ് കുറച്ച് കൂടുതൽ വേണം. ലൈറ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം എന്നാണ് ഡ്യൂറേഷന്റെ അർത്ഥം, കിട്ടുന്ന ഇന്റൻസിറ്റി അല്ല. കുറച്ച് കൂടുതൽ സമയത്തേക്ക് ലൈറ്റ് കിട്ടണം. ഡാർക്ക് അവർക്ക് കുറച്ച് മതി. ചില പ്ലാന്റ് തിരിച്ചാണ്, അവർക്ക് ലൈറ്റ് പീരീഡ് കുറച്ച് മതി, അവർക്ക് ഡാർക്ക് പീരീഡ് ആണ് കൂടുതൽ ആവശ്യം. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ചില മാസങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്നത്. ചില മാസങ്ങളിൽ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? 5-5:30 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് സൂര്യൻ ഉദിച്ച് നല്ല പ്രകാശം കാണും, നന്നായിട്ട് നേരം വെളുക്കും. ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാലേ നേരെ ഇരുട്ടും, അതായത് ഇരുട്ടുണ്ടാവും. അപ്പൊ അവിടെ പകലിന്റെ ഡ്യൂറേഷൻ 5:30ക്ക് തന്നെ നേരം വെളുത്തു, 7 മണിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല. മീൻസ് അപ്പോഴും എന്തുണ്ട്? പ്രകാശമുണ്ട്, ലൈറ്റ് ഉണ്ട്. അപ്പൊ അപ്പോഴാരുടെ ഡ്യൂറേഷനാ കൂടുതൽ? ഡേയുടെ ഡ്യൂറേഷനാ കൂടുതൽ. കൂടുതൽ സമയം പകലാണ്, രാത്രിയുടെ ഡ്യൂറേഷൻ കുറവാണ്.
നൈറ്റിന്റെ ഡ്യൂറേഷൻ കുറവാണ്. അപ്പൊ ചില പ്ലാന്റുകളിൽ കൂടുതൽ ഫ്ലവറിംഗ് നടക്കുന്നത് ഈ സമയത്താണ്. അതായത് ലൈറ്റിന്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലും ഡാർക്കിന്റെ ഡ്യൂറേഷൻ കുറവുള്ള സമയങ്ങളിൽ. ഇനി ചില മാസങ്ങൾ നേരെ തിരിച്ചാണ്. രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആവണം നന്നായിട്ടൊന്ന് നേരം വെളുക്കണമെങ്കിൽ. 6:30-7 മണിയായാലും നന്നായിട്ട് നേരം വെളുക്കുകയുള്ളൂ. ഒരു 5-5:30 മണിയാകുമ്പോൾ തന്നെ നേരം ഇരുട്ടും. 5-5:30. അപ്പം രാവിലെ ഒരു 7 മണിയോളം ആവണം നേരം വെളുക്കാൻ. ഒരു 5-5:30 മണിയാകുമ്പോൾ തന്നെ നേരം ഇരുട്ടും. ഭയങ്കരമായിട്ടുള്ള ഇരുട്ടാവും. ആ സമയങ്ങളിൽ ആരുടെ ഡ്യൂറേഷൻ കുറവാ? ഡേയുടെ ഡ്യൂറേഷൻ കുറവാ. ആ സമയങ്ങളിൽ ആരുടെ ഡ്യൂറേഷനാണ് കൂടുതൽ? നൈറ്റിന്റെ ഡ്യൂറേഷൻ ആണ് കൂടുതൽ. ഈ സമയങ്ങളിൽ ഫ്ലവറിംഗ് നടക്കുന്ന ചില പ്ലാന്റ് അവർക്ക് എന്താണ് കൂടുതൽ ആവശ്യം? അവർക്ക് ഡേ വളരെ കുറച്ച് മതി, അവർക്ക് നൈറ്റിന്റെ ഡ്യൂറേഷൻ ആണ് കൂടുതൽ ആവശ്യം. അപ്പൊ ചില പ്ലാന്റുകൾ ഈ സമയത്തായിരിക്കും കൂടുതൽ ഫ്ലവറിംഗ് നടക്കുന്നത്. മനസ്സിലായോ പറയുന്നത്? അപ്പൊ ഒരു പ്ലാന്റിന് കിട്ടുന്ന ഡേയുടെയും നൈറ്റിന്റെയും ലെങ്ത് അനുസരിച്ചാണ് ചില പ്ലാന്റുകൾ എന്ത് നടക്കുന്നത്? ഫ്ലവറിംഗ് നടക്കുന്നത്. ഒന്നുകൂടി, ചില പ്ലാന്റുകൾക്ക് കിട്ടുന്ന ലൈറ്റ് പീരീഡിന്റെയും ഡാർക്ക് പീരീഡിന്റെയും ഡ്യൂറേഷൻ അനുസരിച്ച്, ഡ്യൂറേഷന്റെ അർത്ഥം എത്ര സമയത്തേക്ക് കിട്ടുന്നു, എത്ര സമയത്തേക്ക് നൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കിട്ടുന്നു, എത്ര സമയത്തേക്ക് ഡാർക്ക് കിട്ടുന്നു എന്നതിന്റെ ബേസിലാണ് ചില പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ പീരിയഡിസം. അപ്പൊ ഇറ്റ് ഈസ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ് വിത്ത് റിലേറ്റീവ് ഡേ ഓർ നൈറ്റ് ലെങ്ത് അല്ലെങ്കിൽ ഡേ ഓർ ഡാർക്ക് ലെങ്ത്. അപ്പൊ ലൈറ്റിന്റെയോ ഡാർക്കിന്റെയോ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് ചില പ്ലാന്റുകൾ എന്ത് നടക്കുന്നത്? ഫ്ലവറിംഗ് നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ പീരിയോഡിസം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഡെഫിനിഷൻ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷേ ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു ചില പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് നടക്കാൻ ഡേ കുറച്ച് കൂടുതൽ വേണം, അതായത് ലൈറ്റ് കുറച്ച് കൂടുതൽ വേണം, ഡാർക്ക് ടൈം അത് ഇരുട്ട് കുറച്ച് മതി അവർക്ക്. അവരാണ് ലോങ് ഡേ പ്ലാന്റ്. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിൽ ഫോട്ടോ പീരിയോഡിസിന്റെ ബേസിൽ പ്ലാന്റുകൾ നമ്മൾ മൂന്നായിട്ട് തിരിക്കണം. ഒന്ന് ലോങ് ഡേ പ്ലാന്റ്. എന്താണ് ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ? ഈ ലോങ് ഡേ പ്ലാന്റ്സിന്റെ മീനിങ് ഇവർക്ക് ഡേ കുറച്ച് കൂടുതൽ വേണം, നൈറ്റ് കുറച്ചായിരുന്നു മതി, അതായത് ഇരുട്ട് അവർക്ക് കുറച്ച് മതി. അപ്പം എന്താണ് ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ? ഈ പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് നടക്കണമെങ്കിൽ ഡേയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കണം, ഡേയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കണം, ഡാർക്കിന്റെ ലെങ്ത് അവർക്ക് കുറച്ച് മതി. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ് ഡേ പ്ലാന്റുകള്, ലോങ് ഡേ പ്ലാന്റ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു പിക്ചർ വരയ്ക്കാം. അതായത് ഒരു പ്ലാന്റിന് കിട്ടുന്ന ലൈറ്റ് പീരിയഡിന്റെ ഡാർക്ക് പീരിയഡിന്റെ ഡ്യൂറേഷൻ ആണ്. ലൈറ്റ് പീരിയഡിന്റെയും ഡാർക്ക് പീരിയഡിന്റെ. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ആണ്. ഇതെന്താണ്? ഡേ ഓർ ലൈറ്റ്. ഡേ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ലൈറ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ പ്ലാന്റിന് കൂടുതൽ ആവശ്യം എന്താണ്? കൂടുതൽ ഡേയും, ഇത്രയും ഡേ ആണ്, ഇത്രയാണ്. അപ്പം കൂടുതൽ ഡേയും കുറച്ച് ഡാർക്കും, അതായത് കൂടുതൽ വെളിച്ചവും കുറച്ച് ഇരുട്ടും ആവശ്യമുള്ള, എന്തിനു വേണ്ടി? ഫ്ലവറിംഗ് നടക്കാൻ വേണ്ടി. അങ്ങനെയുള്ള പ്ലാന്റുകൾ എന്ത് വിളിക്കും? ലോങ് ഡേ പ്ലാന്റ്സ്. അപ്പൊ അവർക്ക് കൂടുതൽ ഡേയുടെ, ഞാൻ പറഞ്ഞു നമ്മുടെ ചില മാസങ്ങളിൽ, നമ്മുടെ കലണ്ടറിലെ ചില മാസങ്ങൾ വരുമ്പോൾ ഡേയുടെ ലെങ്ത് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ നേരം വെളുക്കും, വളരെ താമസിച്ച് നേരം ഇരുട്ടുള്ളൂ. അപ്പൊ ഡേയുടെ ലെങ്ത് കൂടും, ഡാർക്കിന്റെ. ആ സമയത്താണ് ഇവർ കൂടുതൽ ഫ്ലവറിംഗ് നടക്കുന്നത്. അപ്പൊ കൂടുതൽ ഡേയും കുറച്ച് നൈറ്റും ആവശ്യമുള്ള പ്ലാന്റുകൾ എന്ത് വിളിക്കും? എന്തിനു വേണ്ടി? ഫ്ലവറിംഗിന് വേണ്ടി കൂടുതൽ ഡേയും കുറച്ച് നൈറ്റും ആവശ്യമുള്ള അല്ലെങ്കിൽ ഡാർക്കും ആവശ്യമുള്ള പ്ലാന്റുകൾ എന്ത് വിളിക്കും? ലോങ് ഡേ പ്ലാന്റ്സ്. അപ്പൊ എന്താണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്? അപ്പൊ നമുക്ക് ഇത് വെച്ച് തന്നെ പറയാൻ പറ്റും ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്താണ്. എന്തായിരിക്കും ഷോർട്ട് ഡേ പ്ലാന്റ്സ്? ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി, അതാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പ്ലാന്റില് ഫ്ലവറിംഗ് നടക്കാൻ കൂടുതൽ ഡാർക്ക്, ഡേ അല്ല കൂടുതൽ ആവശ്യം, ഡാർക്ക് ഇരുട്ടാണ് അവർക്ക് കൂടുതൽ ആവശ്യം. അപ്പൊ ഒരു പ്ലാന്റിലെ ഫ്ലവറിംഗ് നടക്കാൻ അവർക്ക് കൂടുതൽ എന്ത് വേണം? ഡാർക്കും കുറച്ച് ഡേ മതി. നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ എന്താ കൂടുതൽ ആവശ്യം? ഇവിടെ കൂടുതൽ ഡാർക്ക് ആണ് ആവശ്യം, ഡേ വളരെ കുറച്ച് മതി. അപ്പൊ ഇത്തരം പ്ലാന്റുകൾ, അപ്പൊ ചില പ്ലാന്റുകളിൽ ഫ്ലോറിംഗ് നടക്കാൻ അവർക്ക് ഇരുട്ട് കൂടുതൽ വേണം, വെളിച്ചം കുറച്ച് മതി. അങ്ങനെയുള്ള പ്ലാന്റുകളെ വിളിക്കുന്ന പേര്, അതായത് ഇരുട്ട് കുറച്ച് കൂടുതൽ സമയം കിട്ടണം, വെളിച്ചം കുറച്ച് സമയം കിട്ടിയാൽ മതി. അങ്ങനെയുള്ള പ്ലാന്റുകൾ എന്ത് വിളിക്കും? ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അപ്പൊ ഡേ അവർക്ക് കുറച്ച് മതി. അപ്പൊ കൂടുതൽ വെളിച്ചവും കുറച്ച് ഡാർക്കും ആവശ്യമുള്ളവർ എന്ത് വിളിക്കും? ലോങ് ഡേ പ്ലാന്റ്സ്. കുറച്ച് വെളിച്ചവും കൂടുതൽ ഡാർക്ക് ഇരുട്ടും ആവശ്യമുള്ളവർ എന്ത് വിളിക്കും? ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. എന്തായിരിക്കും ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്? അത് സിമ്പിൾ ആണ്. ഒരു പ്ലാന്റിൽ ഫ്ലവറിംഗ് നടക്കാൻ ഡേയുടെയും അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ ഫ്ലവറിംഗ് നടക്കാൻ ആവശ്യമായ ഡേയുടെയും നൈറ്റിന്റെയും ലെങ്ത് ഏകദേശം ഒരുപോലെയാണെങ്കിൽ, ഡേയുടെയും
നൈറ്റിന്റെയും ലെങ്ത് ഏകദേശം ഒരുപോലെയാണെങ്കിൽ അത്തരം പ്ലാന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് വിളിക്കും. അത്തരം പ്ലാന്റുകൾ നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡേയുടെയും നൈറ്റിന്റെയും ലെങ്ത് ഏകദേശം എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അപ്പൊ അവർക്ക് 12 മണിക്കൂറാണ് ലൈറ്റ് കിട്ടുന്നതെങ്കിൽ അതുപോലെ 12 മണിക്കൂർ എന്തും കിട്ടണം? ഡാർക്കും കിട്ടണം, എന്നാലേ ഫ്ലവറിംഗ് നടക്കും. അപ്പം ഒരു പ്ലാന്റിൽ ഫ്ലവറിംഗ് നടക്കാൻ ആവശ്യമായ ഡേയുടെയും നൈറ്റിന്റെയും ലെങ്ത് ഒരുപോലെയാണെങ്കിൽ, ഡേയുടെയും നൈറ്റ് അല്ലെങ്കിൽ ഡാർക്കിന്റെയും ലെങ്ത് ഒരുപോലെയാണെങ്കിൽ അവരെ എന്ത് വിളിക്കും? നമ്മള് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് വിളിക്കും. അപ്പൊ ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? അപ്പം ഫോട്ടോ പീരിയോഡിസം ഈസ് ദി റിലേറ്റീവ് ഡേ ഓർ നൈറ്റ് ലെങ്ത് ഫോർ ഫ്ലവറിംഗ്. അപ്പം സർട്ടൻ പ്ലാന്റ്സ്, അതായത് ചില പ്ലാന്റുകൾ, എല്ലാത്തിലും അങ്ങനെയല്ല, ചില പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് നടക്കണമെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഡേയുടെയും നൈറ്റിന്റെയും ലെങ്തിനെയാണ്. അവർക്ക് ലഭിക്കേണ്ട ഡേയുടെയും നൈറ്റിന്റെയും ലെങ്തിനെയാണ്. ഡേയുടെയും നൈറ്റിന്റെയും ലെങ്തിനെയാണ് എന്ന് വിളിക്കുന്നത് ഫോട്ടോ പീരിയോഡിസം. ചിലർക്ക് കൂടുതൽ ഡേ, അതായത് പകൽ സമയം കൂടുതൽ കിട്ടണം, വെളിച്ചം കൂടുതൽ കിട്ടണം, ഡാർക്ക് ഇരുട്ട് കുറച്ച് മതി, എന്നാലേ അവരിൽ ഫ്ലവറിംഗ് നടക്കൂ. അവരാണ് ലോങ് ഡേ പ്ലാന്റ്സ്. ചില പ്ലാന്റുകൾ അങ്ങനെയല്ല, അവർക്ക് വെളിച്ചം കുറച്ച് മതി, ലൈറ്റ് കുറച്ച് മതി, പക്ഷെ ഡാർക്ക് ഇരുട്ടാണ് കൂടുതൽ സമയം കിട്ടേണ്ടത്. അവരെ എന്ത് വിളിക്കും? ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ഇനി ചില പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് നടക്കണമെങ്കിൽ ഡേയും നൈറ്റും ഒരുപോലെ കിട്ടണം. എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ വെളിച്ചം കിട്ടുമോ അത്രയും മണിക്കൂർ തന്നെ ഇരുട്ട്, ഡാർക്കും കിട്ടണം, എന്നാലേ അവരിൽ ഫ്ലവറിംഗ് നടക്കൂ. അങ്ങനെയുള്ള പ്ലാന്റുകളെയാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്ലാന്റിൽ ഫ്ലവറിംഗ് നടക്കാൻ കിട്ടേണ്ട ഡേയുടെയും നൈറ്റിന്റെയും, അല്ലെങ്കിൽ എന്താണ്, വെളിച്ചം, ലൈറ്റിന്റെയും ഡാർക്കിന്റെയും പീരിയഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫോട്ടോ പീരിയഡ്സ്. അപ്പൊ ഇറ്റ് ഈസ് ദി റെസ്പോൺസ് ഓഫ് പ്ലാന്റ് വിത്ത് റിലേറ്റീവ് ഡേ ഓർ നൈറ്റ് ലെങ്ത്. റിലേറ്റീവ് ഡേ ഓർ നൈറ്റ് ലെങ്ത്. അപ്പൊ ഒരു പ്ലാന്റിൽ ഫ്ലവറിംഗ് നടക്കാൻ ലഭിക്കേണ്ട, ഡേയുടെ, അതായത് വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും ലെങ്തിനെ. അപ്പൊ ചില പ്ലാന്റുകളിൽ വെളിച്ചം കൂടുതൽ സമയവും ഇരുട്ട് കുറച്ച് സമയം മതി. ചില പ്ലാന്റുകളിൽ ഇരുട്ട് കൂടുതൽ സമയം, വെളിച്ചം കുറച്ച് സമയം മതി. ചില പ്ലാന്റുകളിൽ ഫ്ലവറിംഗ് നടക്കാൻ ഇരുട്ട്, ലൈറ്റും ഡാർക്കും ഏകദേശം ഒരുപോലെ കിട്ടണം. എത്ര മണിക്കൂർ ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമോ അത്ര മണിക്കൂർ തന്നെ എന്തും കിട്ടിക്കൊണ്ടിരിക്കണം, ഡാർക്ക്. മനസ്സിലായോ? അങ്ങനെയുള്ള പ്ലാന്റുകൾ എന്ത് വിളിക്കും? ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അപ്പം ഫോട്ടോ പീരിയോഡിസത്തിന്റെ ബേസിൽ നമ്മൾ പ്ലാന്റുകൾ എത്രയായിട്ട് ക്ലാസ് ചെയ്തു? 3 ആയിട്ട് ക്ലാസ് ചെയ്തു. ഏതൊക്കെയാണ്? ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അപ്പൊ ഇറ്റ് ഈസ് അപ്പൊ ഫ്ലവറിംഗിലൂടെ, അപ്പൊ ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ലോങ് ഡേ പ്ലാന്റ്സിന് കുറച്ച് ഡേ ആണ് കൂടുതൽ ആവശ്യം, ലൈറ്റ് കൂടുതൽ ആവശ്യം. അപ്പൊ അവർക്ക് ലൈറ്റ് കുറച്ചേ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ഫ്ലവറിംഗ് നടത്തൂല. അതാണ് അവരുടെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി അവർക്ക് ആവശ്യത്തിന് ലൈറ്റ് കിട്ടിയാൽ അവർ ഫ്ലവറിംഗ് നടക്കും. അപ്പം ഫ്ലവറിംഗ് നടക്കണമെങ്കിൽ എന്താണ്? ആ ഒരു റെസ്പോണ്ട്, അവർ കാണിച്ച ഒരു റെസ്പോണ്ടാണ്, പ്രതികരണമാണ് അവിടെ. അപ്പൊ ഇറ്റ് ഈസ് ദ റെസ്പോണ്ട് ഓഫ് പ്ലാന്റ് വിത്ത് റിലേറ്റീവ് ഡേ ഓർ നൈറ്റ് ലെങ്ത് എന്നാണ്. ഒരു പ്ലാന്റിൽ ഫ്ലവറിംഗ് നടക്കാൻ ആവശ്യമായ ഡേയുടെയും നൈറ്റിന്റെയും ലെങ്ത്. അപ്പൊ കൂടുതൽ ഡേ ടൈമും കുറച്ച് ഡാർക്ക് ടൈമും മതി ലോങ് ഡേ പ്ലാന്റുകൾക്ക്. കൂടുതൽ എന്ത് വേണം? ഡേ ടൈം വേണം, പകല് വേണം, അല്ലെങ്കിൽ വെളിച്ചം വേണം, കുറച്ച് മതി ഡാർക്ക്. തിരിച്ച് അഥവാ ഡേയുടെ ലെങ്ത് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അവർ ഫ്ലവറിംഗ് നടത്തില്ല. രണ്ടാമതായിട്ട് ഷോർട്ട് ഡേ പ്ലാന്റ്സ്, അവർക്ക് ഡേ കുറച്ച് മതി, ഡാർക്കാണ് കൂടുതൽ ആവശ്യം, പക്ഷെ ഡാർക്കിന്റെ ലെങ്ത് കുറച്ച് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യില്ല? അവർ ഫ്ലവറിംഗ് നടത്തൂല. ഇനി ഇവിടെ വായിക്കാം ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്, ഡേയും നൈറ്റും ഒരുപോലെ വേണം. ചിലപ്പോൾ ഇവിടെ ഡേ കുറച്ച് കൂടി നൈറ്റ് കുറച്ച് കുറഞ്ഞു, ഡേ കുറച്ച് കൂടി നൈറ്റ് കുറച്ച് കുറഞ്ഞു, അവർ ഫ്ലവറിംഗ് നടത്തില്ല. തിരിച്ച് ഡേ കുറച്ച് കുറഞ്ഞു നൈറ്റ് കുറച്ച് കൂടി, എന്നാലും അവർ ഫ്ലവറിംഗ് നടത്തില്ല. അതാണ് മനസ്സിലായി. അവര് എന്താണ്, അവർക്ക് ആവശ്യമായ രീതിയിൽ കിട്ടണം. ലോങ് ഡേ പ്ലാന്റുകൾക്ക് ഡേ തന്നെ കൂടുതൽ കിട്ടണം, അതായത് ലൈറ്റ് പീരീഡ് തന്നെ കൂടുതൽ കിട്ടണം, ഡാർക്ക് പീരീഡ് കുറച്ച് മതി. ഷോർട്ട് ഡേ പ്ലാന്റുകൾക്കോ അവർക്ക് ഡാർക്ക് പീരീഡ് കുറച്ച് കൂടുതൽ വേണം, ലൈറ്റ് പീരീഡ് കുറച്ച് മതി. ഡേ ന്യൂട്രൽ പ്ലാന്റുകൾക്കോ അവർക്ക് ലൈറ്റ് എത്ര സമയം ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ 12 മണിക്കൂർ അവർക്ക് ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതുപോലെ 12 മണിക്കൂർ ഡാർക്കും കിട്ടിയാലേ അവർ എന്ത് ചെയ്യുള്ളൂ? ഫ്ലവറിംഗ് നടത്തും. അതാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അപ്പം ഫോട്ടോ പീരിയോഡിസത്തിന്റെ ബേസിൽ നമ്മൾ പ്ലാന്റുകളെ 3 ആയിട്ട് തിരിച്ചു: ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കുന്ന ടോപ്പിക്ക് 5 പ്ലാന്റ് ഹോർമോണുകളാണ്: ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈൻസ്, അബ്സിസിക് ആസിഡ്, എത്തിലീൻ, അബ്സിസിക് ആസിഡ്. ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക് പഠിച്ചു ഫോട്ടോ പീരിയോഡിസം. ഇനി ആ 5 ഹോർമോണുകളും പഠിക്കുമ്പോൾ ഹോർമോണിന്റെ ഫംഗ്ഷൻസ് മാത്രം പഠിച്ചാൽ പോരാ. ഹോർമോണുകൾ കണ്ടുപിടിച്ച വ്യക്തി ആര്, ഏത് പ്ലാന്റിലാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? പല ഹോർമോണുകളും പ്ലാന്റിലല്ല ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്, മറ്റു ഫംഗസുകളിലോ ഹ്യൂമനിൽ കണ്ടുപിടിച്ച ഹോർമോണുകൾ. പക്ഷെ ഹ്യൂമനിൽ, അപ്പൊ ഓക്സിന്റെ കാര്യം പറയുന്നു, ഹ്യൂമൻ യൂറിനിലാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. പക്ഷെ പ്ലാന്റിൽ നിന്ന് ആദ്യമായിട്ട് വേർതിരിച്ച് ഏത് പ്ലാന്റ് എന്ന് ചോദിച്ചാൽ അറിയണം. ഏതാ? ഓട്സ് പ്ലാന്റിന്റെ കോളിയോപ്റ്റെരിയിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയാണ് ഈ ഹോർമോണുകൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വേർതിരിച്ചെടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പഠിക്കണം. അപ്പൊ കണ്ടുപിടിച്ച സയന്റിസ്റ്റുമാരുടെ പേരുണ്ടെങ്കിൽ അത് പഠിക്കണം.
അത് കണ്ടുപിടിക്കാനിടയായ സാഹചര്യം പഠിക്കണം. എന്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്, ഏത് സാഹചര്യത്തിലാണ് കണ്ടുപിടിച്ചത്, അത് പഠിക്കണം. ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഓരോ പ്ലാന്റ് ഹോർമോണുകളെയും ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. അപ്പൊ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് വേണം, ഏത് പ്ലാന്റിൽ നിന്നാണ് ആദ്യമായിട്ട് ആ പ്ലാന്റ് ഹോർമോൺ കണ്ടുപിടിച്ചെന്ന് വേണം, അതിന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഇത്രയും കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ പ്രത്യേകിച്ച് ഓർക്കുക, ആദ്യത്തെ 3 പ്ലാന്റ് ഹോർമോണുകൾ ഓക്സിൻസ്, ഗിബറലിൻസും സൈറ്റോകൈൻസ്, ഇവർ 3 പേരും പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറും അടുത്ത 2 പ്ലാന്റ് ഹോർമോണുകളായ എത്തിലീനും അബ്സിസിക് ആസിഡും പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററും ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദ ഓൺലി വൺ പ്ലാന്റ് ഹോർമോൺ വിച്ച് എക്സിസ്റ്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് ആര്, എത്തിലീൻ. അവന് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ 5 പ്ലാന്റ് ഹോർമോണുകൾ ബാക്കി എല്ലാവരും ലിക്വിഡ് ആയിട്ടിരിക്കുമ്പോൾ എത്തിലീൻ മാത്രമാണ് ഏത് സ്റ്റേജിൽ ഇരിക്കുന്നത്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്തിലീൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പകരം എത്തിലീന്റെ ആർട്ടിഫിഷ്യൽ ഫോം ആയ, അതായത് അക്വസ് സൊല്യൂഷൻ ആയ ആരെ പ്രൊഡ്യൂസ് ചെയ്യും, എത്തിഫോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എത്തിലീൻ അപ്ലൈ ചെയ്യേണ്ടിടത്തൊക്കെ നമ്മൾ ആരെ അപ്ലൈ ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്, എത്തിഫോണിനെ അപ്ലൈ ചെയ്യും. കാരണം എത്തിഫോൺ സ്ലോലി കൺവേർട്സ് ഇൻടു എത്തിലീൻ ഗ്യാസ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ?